തമിഴ് കവി ആർ വൈരമുത്തുവിന് ജ്ഞാനപീഠം. തമിഴ് കവി ആർ വൈരമുത്തുവിന് 2025 ജ്ഞാനപീഠ പുരസ്കാരം. ഗാനരചയിതാവും നോവലിസ്റ്റുമാണ്. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. തമിഴിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ ആളാണ് വൈരമുത്തു. 10-ാം വയസ്സ് മുതൽ വൈരമുത്തു കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ പ്രഭാഷകനും കവിയുമായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കവിതാ സമാഹാരങ്ങളും നോവലുകളും അടക്കം 37 പുസ്തകങ്ങളാണ് വൈരമുത്തു രചിച്ചത്. അവയിൽ പലതും ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പി. ഭാരതിരാജയുടെ നിഴൽകൾ എന്ന ചിത്രത്തിലൂടെ 1980 അദ്ദേഹം തമിഴ് ചലച്ചിത്ര ലോകത്തേക്കെത്തിയത്. 50 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിനിടയിൽ 7500-ലധികം പാട്ടുകളും കവിതകളും എഴുതി. 7 ദേശീയ അവാർഡുകളും 6 തമിഴ്നാട് സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചു. ആർ വൈരമുത്തുവിനെ അഭിനന്ദിച്ച് നടനും മക്കൾ നീതി മയ്യം നേതാവുമായ കമൽഹാസൻ. 1/4 നൂറ്റാണ്ടിനു ശേഷമാണ് തമിഴ് സാഹിത്യത്തെ തേടി ഈ പുരസ്കാരം എത്തുന്നതെന്ന് കമൽഹാസൻ എക്സിൽ കുറിച്ചു. കവികളിലെ ചക്രവർത്തി എന്നാണ് അദ്ദേഹം വൈരമുത്തുവിനെ കുറിപ്പിൽ വിശേഷിപ്പിച്ചത്. തമിഴ്നാട് സാഹിത്യം അതിൻ്റെ ദീർഘകാല പാരമ്പര്യത്തോടെ അഭിമാനകരമായ ജ്ഞാനപീഠ പുരസ്കാരം 3-ാം തവണയും നേടിയിരിക്കുന്നു. ജയകാന്തന് ശേഷം 1/4 നൂറ്റാണ്ടിനു ശേഷം എൻ്റെ പ്രിയ സുഹൃത്തും കവി ചക്രവർത്തിയുമായ വൈരമുത്തു ഈ മഹത്തായ ബഹുമതി തമിഴിന് നേടിത്തന്നിരിക്കുന്നു. ആകാശം എനിക്കൊരു ബോധിവൃക്ഷമാണ്. അതെന്നും എനിക്ക് സന്ദേശം നൽകുന്നു എന്ന എൻ്റെ കാതുകളിൽ പതിഞ്ഞ, ഹൃദയത്തിൽ പ്രവേശിച്ച, സൗഹൃദത്തിൽ ലയിച്ച കവിതാശലകങ്ങളോടെ ഈ സുഹൃത്തിനെ അഭിനന്ദിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, കമൽഹാസൻ കുറിച്ചു. അതേസമയം വൈരമുത്തുവിനെതിരെ 2018 ഗായിക ചിന്മയി മീറ്റു ആരോപണം ഉന്നയിച്ചിരുന്നു. 2005 വീഴമറ്റം എന്ന സംഗീത പരിപാടിക്കായി സ്വിറ്റ്സർലൻഡിലെത്തിയപ്പോൾ വൈരമുത്തു തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് ചിന്മയി പറഞ്ഞത്.